ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ മാസം എത്തിക്കഴിഞ്ഞു. ഈ നക്ഷത്ര ജാതകരുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുവാൻ പോകുന്നു. അതായത് ഈ നക്ഷത്ര ജാതകരെ ഭഗവാൻ കൈപിടിച്ചുയർത്തും. ഇനി നിങ്ങളുടെ തലവര തെളിയുകയാണ്. ഏപ്രിൽ 14 പ്രഭാതം വരെ ആദിത്യൻ മീനം രാശിയിലും തുടർന്ന് മേടം രാശിയിലും സഞ്ചരിക്കുന്നു. രേവതി, അശ്വതി, ഭരണി എന്നീ ഞാറ്റുവേലകൾ ഏപ്രിൽ മാസത്തിലുണ്ട്. മേടം 2-ാം തീയതിയായ ഏപ്രിൽ 15-നാണ് വിഷുക്കണി. ഏപ്രിൽ 1-ന് പൗർണമിയും 16-ന് അമാവാസിയും വരുന്നു. ഏപ്രിൽ 18-നാണ് വൈശാഖ മാസം ആരംഭിക്കുന്നത്. അതുപോലെ ശുക്രൻ ഏപ്രിൽ 19 വരെ മേടത്തിലും തുടർന്ന് ഇടവത്തിലുമായി സഞ്ചരിക്കുന്നു. ചൊവ്വ ഏപ്രിൽ 2 വരെ കുംഭം രാശിയിലും തുടർന്ന് മീനം രാശിയിലും സഞ്ചരിക്കുകയാണ്. ബുധൻ ഏപ്രിൽ 10 വരെ കുംഭത്തിലും തുടർന്ന് തൻ്റെ നീച രാശിയായ മീനത്തിലും യാത്ര തുടരും. ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ മൗഢ്യത്തിലാണ്. അതുപോലെ ഏപ്രിൽ 10-ന് ശനി മൗഢ്യം അവസാനിക്കും. വ്യാഴം മിഥുനം രാശിയിൽ പുണർദത്തിൽ തുടരുന്നു. രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം രാശികളിലാണ്. രാഹു ചതയത്തിലാണ്. അതുപോലെ തന്നെ കേതു ഏപ്രിൽ 20-ന് പൂരത്തിൽ നിന്നും മകത്തിലേക്ക് നിഷ്ക്രമിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ രാശി ഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. അശ്വതി നക്ഷത്ര ജാതകർക്ക് 12-ലും ജന്മരാശിയിലുമായി ആദിത്യൻ സഞ്ചരിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ ഭരണി നക്ഷത്ര ജാതകർക്ക് ആദിത്യ സഞ്ചാരം 12-ലും ജന്മരാശിയിലുമാകയാൽ വളരെയധികം അലച്ചിലുണ്ടാകും. അതായത് ഏപ്രിൽ മാസം നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന പല രീതിയിലുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന മാസമാണ്. ഉല്ലാസ യാത്രയിൽ പങ്കെടുക്കും. അതുപോലെ സുഹൃത്തുക്കളുമായി ഒത്തുകൂടുവാൻ കഴിയുന്നതാണ്. കുടുംബപരമായി വളരെയധികം ഊഷ്മളമാകുന്ന കാലമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുവാനാകില്ല. അതുപോലെ വിശേഷ വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. എതിരാളികളെ എല്ലാം തന്നെ വരുതിയിലാക്കുവാൻ കഴിയുന്ന മാസമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും നിങ്ങൾ മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഇടവ രാശിക്കാരായി നിങ്ങൾക്ക് ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി ഈ മാസം ധാരാളം പണം ചെലവഴിക്കേണ്ടി വരും. അതുപോലെ ഉല്ലാസ യാത്രയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. ചിലർക്ക് പുതിയ വാഹനം വാങ്ങുവാനുമുള്ള ഭാഗ്യം വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ മാസമല്ല. വിവാഹാലോചനകൾ തീരുമാനമാകാതെ തന്നെ നീണ്ടു പോകുവാൻ ഇടയുണ്ട്. അതുപോലെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തുടർന്ന് പഠിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും. പ്രവർത്തനങ്ങൾക്കനുസൃതമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെയധികം ഈശ്വരാധീനമുള്ള കാലമായതിനാൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്ന കാലമല്ല. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് 10-ലും 11-നും ഭാവങ്ങളിലായി ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ തൊഴിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹൃതമാകുന്ന കാലമാണ്. അതുപോലെ തന്നെ പുണർദം നക്ഷത്ര ജാതകർക്ക് ആദിത്യൻ അനുകൂല രാശികളിലായി സഞ്ചരിക്കുന്നത് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും. തൊഴിൽ രംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഓഹരി ഇടപാടുകളിൽ വളരെയധികം ലാഭകരമായി നടത്തുവാൻ കഴിയും. അതുപോലെ പുതിയ വാഹനം എന്ന സ്വപ്നം പൂവണിയുന്ന കാലമാണ്. അതുപോലെ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള കാര്യങ്ങളിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കുന്നതാണ് ഉത്തമം. ആരോഗ്യപരമായി നിങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടാനില്ലാത്ത കാലമാണ്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്കുള്ള അനുകൂലമായ സാഹചര്യങ്ങളും തെളിഞ്ഞു കിട്ടുന്ന മാസമാണ്.
അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം ആയില്യം. മിഥുന രാശിക്കാരായ പുണർതം നക്ഷത്ര ജാതകർക്ക് ആദിത്യൻ അനുകൂല രാശികളിലായി സഞ്ചരിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ പൂയം നക്ഷത്ര ജാതകർക്കും ആദിത്യൻ 9, 10 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് തൊഴിൽപരമായി വളരെയധികം ആശ്വാസകരമാണ്. ആയില്യം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധന് പാപയോഗവും മാസാന്ത്യം നീചസ്ഥിതിയും വരികിയാൽ മാനസികമായി സമ്മർദ്ദമുണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കഴിയും. അതുപോലെ വളരെയധികം യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചിലർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറുവാനുള്ള ഭാഗ്യവും വന്നു ചേരും. മക്കൾക്ക് വേണ്ടി ചെലവുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതാണ്. അതുപോലെ പുണ്യകർമ്മങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ഏറെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കുവാൻ കഴിയും. ചിലർക്ക് ആഭരണങ്ങളും മറ്റും പണയം വെക്കേണ്ട സ്ഥിതിയും വന്നു ചേരാവുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. മകം നക്ഷത്ര ജാതകരുടെ 8, 9 ഭാവങ്ങളിലായി ആദിത്യ സഞ്ചാരം വരികിയാൽ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുപോലെ പൂരം നക്ഷത്ര ജാതകരുടെ നക്ഷത്രാധിപനായ ശുക്രൻ 9, 10 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലമാണ്. നിങ്ങളുടെ കൂറിൻ്റെ അധിപനായ ആദിത്യന് രണ്ടാം പകുതിയിൽ 9-ൽ ഉച്ചക്ഷേത്രസ്ഥിതി വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാഴം 11-ൽ തുടരുകയാണ്. വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന കാലമാണെന്ന് യാതൊരു രീതിയിലും പറയുവാൻ കഴിയില്ല. തൊഴിൽ രംഗത്ത് ചില ഭാഗ്യ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടന്നു കിട്ടുവാൻ ഇടയുള്ള കാലമാണ്. കുട്ടികൾ ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സൽസന്താന ഭാഗ്യത്തിന് അനുകൂലമായ കാലമാണിത്. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് അവധിക്ക് വരുവാൻ കഴിയും. അതുപോലെ നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ കരുതിയ ഒരു വസ്തു തിരിച്ചു കിട്ടുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങളുടെ നില വളരെയധികം തൃപ്തികരമായ മാസമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. അത്തം നക്ഷത്ര ജാതകർക്ക് ആദിത്യൻ 7-ലും 8-ലുമായി സഞ്ചരിക്കുന്നു. പല കാര്യങ്ങളിലും മാറ്റം ആഗ്രഹിക്കുന്ന കാലമാണ്. അതുപോലെ ചിത്തിര നക്ഷത്ര ജാതകർക്ക് മാസാദ്യത്തിൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കോടതി കാര്യങ്ങളിൽ അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട ഭൂമി എന്നത് സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ്. കർഷകർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി നിങ്ങളുടെ നില വളരെയധികം പുരോഗതിയിലേക്ക് കുതിക്കുന്നതാണ്. എന്നാൽ പല കാര്യങ്ങളിലും ചില മന്ദഗതിയാകുവാനും ഇടയുണ്ട്. അപകട സാധ്യതയുള്ള എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുന്നതാണ് ഗുണകരം. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനും ഇടയുള്ള കാലമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ചോതി നക്ഷത്ര ജാതകർക്ക് ആദിത്യൻ 6, 7 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലമാണ്. അതായത് നിങ്ങൾക്ക് ആദ്യ പകുതിയിൽ നേട്ടങ്ങൾക്കാകും വളരെയധികം മുൻതൂക്കം ലഭിക്കുക. ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. ജോലി മാറ്റം സാധ്യമാകുന്നതാണ്. പുതിയ സൗകര്യങ്ങൾ കൊണ്ട് വളരെയധികം നേട്ടമുണ്ടാകും. ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മികച്ച കാലമാണിത്. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ്. പ്രണയത്തിന് അനുകൂലമായ അന്തരീക്ഷമാണ്. പങ്കു കച്ചവടം കൂടുതൽ ദോഷം ചെയ്യും. അതുപോലെ ഓഹരി ഇടപാടുകളിൽ വളരെയധികം നേട്ടമുണ്ടാകുന്നതാണ്. പുതിയ വാഹനം എന്ന സ്വപ്നം സ്വന്തമാക്കുവാൻ കഴിയും. കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ്. അതുപോലെ സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരും. ആരോഗ്യപരമായി വാതസംബന്ധമായ അസുഖങ്ങൾ ശല്യം ചെയ്യുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട.
അനിഴം നക്ഷത്ര ജാതകർക്ക് ആദിത്യൻ 5-ലും 6-ലുമായി സഞ്ചരിക്കുന്നതിനാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ്. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ പിന്തുടരും. അതുപോലെ ആരോഗ്യകാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ലഹരി വസ്തുക്കളോട് താല്പര്യം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. അതുപോലെ ശത്രുക്കളെ കരുതിയിരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. നിങ്ങളുടെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാം. അതുപോലെ അപകട സാധ്യതയുള്ള എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ സംരംഭങ്ങളൊന്നും ഇപ്പോൾ തുടങ്ങുവാൻ കാലം അനുകൂലമല്ലാത്ത കാലമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. മൂലം നക്ഷത്ര ജാതകർക്ക് 4-ലും 5-ലുമായി ആദിത്യനും 7-ൽ വ്യാഴവും 4-ാമിടത്ത് ചൊവ്വയും കണ്ടക ശനിയും 3-ൽ രാഹു എന്നിങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഗ്രഹനിലയാണുള്ളത്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പുതിയ ചുമതലകൾ ലഭിക്കുവാനും ബിസിനസ് ആരംഭിക്കുവാനും യോഗമുള്ള കാലം കൂടിയാണ്. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ഊഷ്മളകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. വിദേശത്തു നിന്നും ചില സമ്മാനങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. അതുപോലെ മുടങ്ങിപ്പോയ പഠനങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയും. പണയം വെച്ച ആഭരണങ്ങൾ തിരിച്ചെടുക്കുവാൻ തീരുമാനിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം വർധനവുണ്ടാകും. അതുപോലെ തന്നെ വാഹനത്തിനായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകര രാശിക്കാരായ നിങ്ങൾക്ക് വാക്ക് തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതായത് ഈശ്വരാധീനം വളരെയധികം കുറഞ്ഞ കാലമായതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങരുത്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കുക. പുതിയ ചുമതലകൾ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ട സ്ഥിതി വന്നു ചേരും. തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതുപോലെ ആരോഗ്യപരമായി വളരെയധികം മെച്ചപ്പെടും. യാത്രകൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശ നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന മാസമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ചതയം നക്ഷത്ര ജാതകർക്ക് ആദിത്യൻ 2, 3 ഭാവങ്ങളിലാണ്. ജന്മത്തിൽ രാഹു 7-ൽ ശനി തുടരുന്നുമുണ്ട്. പഞ്ചമ ഭാവത്തിലാണ് ഗുരു. അതായത് നഷ്ടങ്ങൾക്കൊപ്പം നേട്ടങ്ങളും വന്നെത്തുന്ന മാസമാണ്. കുംഭരാശിക്കാരായ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുവാൻ കഴിയുന്നതാണ്. കായിക മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കഴിയും. വിശേഷപ്പെട്ട ചില സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. കൃഷിയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ഗുണകരമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബം ഒത്തുള്ള ഒരു യാത്രയ്ക്കുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. സാമ്പത്തികമായ നില വളരെയധികം തൃപ്തികരമായ മാസമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ജന്മത്തിലെ ആദിത്യനും ശനിയും ചൊവ്വയും നിരന്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ രേവതി നക്ഷത്ര ജാതകർക്ക് മാസാരംഭ ദിനങ്ങളിൽ ഗൃഹാനുകൂല്യം കുറവായതിനാൽ പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. മീനരാശിക്കാരായ നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. വീട് നിർമ്മിക്കുവാനായി ഭൂമി വാങ്ങുവാൻ കഴിയുന്നതാണ്. ദീർഘകാലമായി നിങ്ങൾ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത എത്തിച്ചേരും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും പുലരുന്നതാണ്. കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആദായം വർദ്ധിക്കും. ചിലർക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗമുണ്ട്. അതുപോലെ പഴയ വാഹനം മാറ്റി പുതിയത് സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ്. നീണ്ട യാത്രകൾ നടത്തേണ്ടി വരും. ചിലർക്ക് അപ്രതീക്ഷിത ഭാഗ്യമുണ്ട്. അതായത് ലോട്ടറി, ചിട്ടി എന്നിവയിൽ നിന്നും ധനനേട്ടം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി വളരെയധികം തൃപ്തികരമായ മാസമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.